Methods of measuring elasticity. Elasticity measuring margangal. There are 4 methods of measuring elasticity of demand. 4 methods are elasticity measuring. Percentage method, point method, arc method, and expenditure. First one, percentage method or proportionate method. According to this method, elasticity can be measured by using the formula PED. Price elasticity demand is equal to delta Q divided by delta P into P by Q. നമ്മൾ നേരത്തെ കണ്ട ഫോർമുലയാണ് ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് elasticity നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. That is proportionate change in demand divided by proportionate change in price. ഡിമാൻഡിലുണ്ടായ ആനുപാതിക മാറ്റത്തെ വിലയിലുണ്ടായ ആനുപാതിക മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് ഇലാസ്റ്റിറ്റി ലഭിക്കും. ഈ മെത്തേഡ് പ്രകാരം if price elasticity is equal to 1, ഈ കിട്ടുന്നത് ഒന്നാണെങ്കിൽ it is unitary elastic demand. If elasticity is less than 1, ഒന്നിൽ കുറവാണെങ്കിൽ it is relatively elastic demand. If elasticity is more than 1, ഒന്നിൽ കൂടുതലാണെങ്കിൽ it is relatively elastic demand. If elasticity is 0, കിട്ടിയ വാല്യൂ 0 ആണെങ്കിൽ it is perfectly inelastic demand. If elasticity is infinity, it is perfectly elastic demand. ഇതാണ് പെർസെൻറ്റേജ് മെത്തേഡിൽ അല്ലെങ്കിൽ പ്രപ്പോർഷൻ മെത്തേഡിൽ നമ്മൾ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്ന രീതി. ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ഒന്നാണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക്, ഒന്നിൽ കുറവാണെങ്കിൽ ഇനിലാസ്റ്റിക്, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇലാസ്റ്റിക്, പൂജ്യമാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക്, ഇൻഫിനിറ്റി ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇതാണ് ആ മെത്തേഡ് പ്രകാരം ഉണ്ടാവുക. നെക്സ്റ്റ് വൺ പോയിന്റ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? പോയിന്റ് മെത്തേഡാണ്. പോയിന്റ് മെത്തേഡ് or geometric method എന്ന് പറയും. Geometric method. So under this method, we can measure the elasticity of demand at any point on a straight line demand curve. ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവിന്റെ ഏതൊരു പോയിന്റിൽ നമുക്ക് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്ന രീതിയാണ് പോയിന്റ് മെത്തേഡ് അല്ലെങ്കിൽ ജിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. For calculating elasticity at a point on a downward sloping demand curve, first we have to extend the demand curve to touch the x-axis and y-axis. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡിമാൻഡ് കർവിനെ എക്സ് ആക്സിലും വൈ ആക്സിലും എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക എന്നതാണ്. Then elasticity can be calculating by using the formula lower segment divided by upper segment. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ ചിത്രത്തിൽ നോക്കിക്കോളൂ, ഡയഗ്രം നോക്കുക. അവിടെയാണ് നമ്മൾ പോയിന്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇലാസ്റ്റിറ്റി കാണുക. ലെറ്റ് പോയിന്റ് എൻ, അതായത് എൻ എന്ന് പറയുന്ന പോയിന്റ് ബി ഇൻ ദി മിഡിൽ ഓഫ് ദി ഡിമാൻഡ് കർവ് ഡി സി. ഡി സി എന്ന് പറയുന്ന ഡിമാൻഡ് കർവിന്റെ മിഡിൽ പോയിന്റ് ആണ് എൻ എന്ന് കരുതുക. സോ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് പോയിന്റ് എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സി എൻ ഡിവൈഡ് ബൈ ഡി എൻ ആണ്. താഴെയുള്ള ഭാഗം സി എൻ ആണ്, മുകളിലെ ഭാഗം ഡി എൻ ആണ്. ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ഡിമാൻഡ് അറ്റ് പോയിന്റ് എം, എം എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തോളൂ. അവിടെ എന്തെടുക്കാം? ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? താഴെയുള്ള ഭാഗം സി എം, മുകളിലെ ഭാഗം എം ഡി. അപ്പൊ സി എം ഡിവൈഡ് ബൈ എം ഡി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. പോയിന്റ് പി നോക്കാം. താഴെയുള്ള ഭാഗം സി പി, മുകളിലെ ഭാഗം പി ഡി. സി പി ഡിവൈഡ് ബൈ പി ഡി ഈസ് ലെസ് ദാൻ 1 ആണ്. അറ്റ് പോയിന്റ് ഡി നോക്കിക്കോളൂ, ഇലാസ്റ്റിറ്റി ഈസ് ഇൻഫിനിറ്റി ആണ്, മുകളിലേക്കുള്ള ഭാഗമില്ല. അറ്റ് പോയിന്റ് സി നോക്കിക്കോളൂ, ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഈസ് 0 ആണ്. അപ്പൊ ഇതാണ് പോയിന്റ് മെത്തേഡില് ഇലാസ്റ്റിറ്റി കാണുന്ന മാർഗം എന്ന് പറയുക. നെക്സ്റ്റ് ആർക്ക് മെത്തേഡ്. When elasticity is measured between 2 points on the same demand curve, it is known as arc elasticity. ഒരു ഡിമാൻഡ് കർവിൽ 2 പോയിന്റുകൾക്കിടയിൽ
ഇലാസ്റ്റിറ്റി കാണുന്ന രീതിയാണ് ആർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ആർക്ക് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. In the words of Baumol, arc elasticity is a measure of the average responsiveness to price changes exhibited by a demand curve over some finite stretch of the curve. Any 2 points on a demand curve make an arc. ഒരു ഡിമാൻഡ് കർവ് 2 പോയിന്റുകൾക്കിടയിൽ നമുക്ക് ഒരു ആർക്ക് ഉണ്ടെന്ന് പറയാം. ഈ മെത്തേഡിൽ we use a formula that is PED, price elasticity demand, is equal to delta Q divided by delta P into P1 plus P2 divided by Q1 plus Q2. Delta Q എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്. Delta P ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. Q1 ഒറിജിനൽ ക്വാണ്ടിറ്റി ആണ്. Q2 ന്യൂ ക്വാണ്ടിറ്റി ആണ്. P1 ഒറിജിനൽ പ്രൈസ് ആണ്. P2 ന്യൂ പ്രൈസ് ആണ്. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുക. When the changes in price and demand are very large, arc method is used to measure price elasticity demand. അപ്പൊ ഡിമാൻഡിലും വിലയിലൊക്കെ ഉണ്ടാവുന്ന മാറ്റം വളരെ വലുതാണെങ്കിൽ നമുക്ക് ആർക്ക് ഇലാസ്റ്റിറ്റി ഉപയോഗിക്കാൻ പറ്റും. If arc elasticity is used to measure the demand response over the arc AB of the demand curve DD. Demand curve നോക്കുക. Then we will get the same value for price elasticity whether we move up or move down the range of AB of the demand curve. ഇവിടെ എന്താണ് എക്കും ബിക്കും ഇടയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്താണ് അങ്ങോട്ട് മുകളിലോട്ട് മൂവ് ചെയ്താലും താഴേക്ക് മൂവ് ചെയ്താലും ഇലാസ്റ്റിറ്റി യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അതാണ് നമ്മുടെ ആ ഫോർമുല കാണിക്കുന്നത്. ഇതാണ് ആർക്ക് മെത്തേഡിലൂടെ ഇലാസ്റ്റിറ്റി കാണുന്ന രീതി. ലാസ്റ്റ് വൺ എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയും. എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്ലേ മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ മെത്തേഡ്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി by comparing the total expenditure incurred on the commodity by the consumer before and after the change in price. വില മാറുന്നതിന് മുമ്പും മാറിയതിനു ശേഷവും കൺസ്യൂമർ അതിൽ മുടക്കുന്ന തുകയെ ആസ്പദമാക്കിക്കൊണ്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഇലാസ്റ്റിറ്റി നമ്മൾ മെഷർ ചെയ്യുക. We know that demand is the function of price. Therefore, as price changes, the quantity demanded will also change. വില മാറിയാൽ വാങ്ങുന്ന അളവ് മാറും നമുക്കറിയാം. With such changes, an individual consumer's expenditure on the commodity would change. ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവുമ്പോൾ കൺസ്യൂമർ മൊത്തം ചെലവഴിക്കുന്ന തുകയിലും മാറ്റം ഉണ്ടാവും. Looking at the variations in the total expenditure, price elasticity can be measured. ഈ പറയുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന വ്യതിയാനം നോക്കിക്കൊണ്ട് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാൻ പറ്റും. If a decrease in price leads to, വിലയിലുണ്ടായ കുറവ് എന്തിലേക്ക് നയിക്കുന്നു? ഔട്ട്ലേ മീൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാൻ കാരണമാവുകയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി 1-ൽ കൂടുതലാണ്. ഔട്ട്ലേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി 1-ൽ കുറവാണ്. ടോട്ടൽ ഔട്ട്ലേക്ക് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി യൂണിറ്റിയാണ്. ഇനി വീണ്ടും if an increase in price leads to, വില വർദ്ധിച്ചു, അത് എക്സ്പെൻഡിച്ചർ കുറച്ചെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി 1-ൽ കൂടുതലാണ്. എക്സ്പെൻഡിച്ചർ കൂട്ടിയെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി 1-ൽ കുറവാണ്. ഒരു മാറ്റവും ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി 1. So here you must note that with the help of the total expenditure method, we cannot derive the exact value of elasticity. The calculated value can be used to indicate only whether elasticity is greater than or less than or equal to 1. ഈ ഒരു മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സാക്ട് വാല്യൂ നമുക്ക് ലഭിക്കുന്നില്ല, ന്യൂമറിക്കൽ വാല്യൂ ലഭിക്കുന്നില്ല. 1 ആണോ, 1-ൽ കൂടുതലാണോ, 1-ൽ കുറവാണോ എന്ന കാര്യം മാത്രമേ ഈ മെത്തേഡിൽ പറയാൻ സാധിക്കൂ. ഇതാണ് 4 മെത്തേഡുകൾ, പ്രൈസ് ഇലാസ്റ്റിറ്റി കാണാനുള്ള 4 മെത്തേഡുകൾ. അതാണ്. ഓക്കെ.